ഈ 4 കാര്യങ്ങളെ കേവലം നിസ്കാരങ്ങൾക്ക് ശേഷം ചെല്ലുന്നതിനപ്പുറം നമ്മുടെ ഒഴിവു സമയങ്ങളിലൊക്കെ വർദ്ധിപ്പിക്കേണ്ട ഈ 4 കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ് പരിശുദ്ധമായ റമദാനിനെ 3 ഘട്ടങ്ങളായി കൊണ്ടിരുന്നത് നമ്മെ പഠിപ്പിച്ചു. ഒന്നാമത്തത് റഹ്മത്തിന്റെ പത്തായിട്ടും, രണ്ടാമത്തത് മഗ്ഫിറത്തിന്റെ പത്തായിട്ടും, മൂന്നാമത്തത് ഇൽമിന്റെ പത്ത് അഥവാ നരകത്തിൽ നിന്ന് അല്ലാഹു തആല മോചിപ്പിക്കുന്ന പത്തായിക്കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നാം അല്ലാഹുവിലേക്ക് റഹ്മത്തിനെ കൂടുതൽ ചോദിക്കണം. അല്ലാഹു റഹ്മിയ റഹ്മർ റഹീം എന്ന ആദ്യത്തെ പത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹുവേ നിന്റെ റഹ്മത്തിനെ എനിക്ക് കൊണ്ടാണ്, എനിക്ക് താഴെ ഒഴിഞ്ഞുള്ള അല്ലാഹുവിനോട് ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് അല്ലാഹു തആല പറഞ്ഞു 100 റഹ്മത്തിനെ അല്ലാഹു തആല പടച്ചു. 100 റഹ്മത്തിനെ അല്ലാഹു തആല പടച്ചിട്ട് അതിൽ നിന്ന് ഒരൊറ്റ റഹ്മത്ത് മാത്രമാണ് ഭൂലോകത്തേക്ക് അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു യുദ്ധത്തിന്റെ വേളയിൽ ഒരു സ്ത്രീ വന്നുകൊണ്ട് തന്റെ മകനെ തിരയുകയാണ്. അഥവാ യുദ്ധത്തിൽ നിന്ന് ഷഹീദായവരിലോ അല്ലെങ്കിൽ പിടിക്കപ്പെട്ടവരിലോ ഉണ്ടോ എന്ന് തന്റെ മകനെ ആ സ്ത്രീ വല്ലാതെ ബേജാറായിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട സഹാബത്തിന്റെ ഇടയിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയുടെ സ്നേഹം കണ്ടോ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ അല്ലാഹു കൊടുത്ത ആ റഹ്മത്തിൽ നിന്നുള്ള ഒരു ചെറിയ അംശമാണ് അല്ലാഹു തആല ആ സ്ത്രീയുടെ മനസ്സിൽ കൊടുത്തിട്ടുള്ളത്. ആ റഹ്മത്തിന്റെ മേലാണ് ഈ കുട്ടി സ്ത്രീ ഇങ്ങനെ തന്റെ മകനെ വല്ലാതെ ബേജാറോടുകൂടി തിരിയുന്നത്. എന്നാൽ 99 റഹ്മത്തും അല്ലാഹുവിന്റെ അടുക്കലാണ് ഉള്ളത്. എവിടേക്കാണത് മാറ്റി വെച്ചിട്ടുള്ളത്? നാളെ പരലോകത്ത് നമുക്ക് നൽകാൻ വേണ്ടി അല്ലാഹു തആല മാറ്റി വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഖുർആൻ ആദ്യത്തിൽ തന്നെ ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ റഹ്മാൻ റഹീം എന്നുള്ള ആ 2 പേര് ഉച്ചരിച്ചുകൊണ്ടാണ് നമ്മൾ ഖുർആൻ തുടങ്ങുന്നത്. അഥവാ 114 ആയത്തുകളിലും ഒരു ആയത്ത് ഒരു സൂറത്തിൽ ഖുർആനിലെ ഇല്ല എങ്കിലും മറ്റൊരു സൂറത്തിൽ ആവർത്തിച്ചു വരുന്നത് കൊണ്ട് 114 പ്രാവശ്യം പരിശുദ്ധമായ ഖുർആനിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള റഹ്മാനിർ റഹീം എന്നുള്ള അല്ലാഹുവിന്റെ അങ്ങേയറ്റത്തെ കരുണ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ അങ്ങേയറ്റം അല്ലാഹു തആല സൂചിപ്പിക്കുന്ന ആ 2 പേരുകൾ മാത്രമാണ് അല്ലാഹു തആല പുറത്തു കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ നാട്ടിലൂടെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ആർക്കാണ് റഹ്മത്ത് കിട്ടുക? കേവലം അല്ലാഹുവിനോട് റഹ്മത്ത് ഇങ്ങനെ ചോദിച്ചാൽ മാത്രം പോരാ. ഈ റഹ്മത്ത് കിട്ടുന്നതായിട്ടാണ് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളെന്ത് ചെയ്യാൻ ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യണം. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുക, എന്നാൽ പരലോകത്തിലുള്ള അല്ലെങ്കിൽ ആകാശലോകത്തിലുള്ള അല്ലാഹുവിനെ നമ്മൾ അറിയാൻ വേണ്ടി സൂചിപ്പിക്കുന്ന രൂപം മാത്രം അവർ നമ്മൾക്ക് കരുണ തിരിച്ച് നമുക്ക് റഹ്മത്ത് ചെയ്യുന്നതാണ്. അപ്പൊ അല്ലാഹുവിനോട് റഹ്മത്തിനെ ചോദിക്കുന്നവരാണ്, റഹ്മത്തിന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ വേണ്ടത് കരുണയാണ്. കേവലം മനുഷ്യരോട് മാത്രമല്ല, മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ചരിത്രം നമുക്കറിയാം. മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ചരിത്രം അറിയാം. ബഹുമാനപ്പെട്ട മഹത്തുക്കൾ എന്താ ചെയ്തത്? ഒരു നായക്ക് പോലും 40 ദിവസം ഖിദ്മത്ത് ചെയ്തു. സ്വന്തം ബാപ്പ മക്കൾക്ക് പോലും ഖിദ്മത്ത് ചെയ്യാത്ത കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അല്ലെ, സ്വന്തം ബാപ്പാർക്ക് മക്കളെ ഖിദ്മത്ത് ചെയ്യാത്ത കാലഘട്ടം. അല്ലെ, പ്രായമായി കഴിഞ്ഞാൽ, അസുഖമായി കഴിഞ്ഞാൽ കേവലം വൃദ്ധസദനത്തിലേക്കോ അല്ലെങ്കിൽ മറ്റാളൊരു സ്ഥലത്തേക്ക് കൊണ്ടാക്കി അവിടെ മാസം പേയ്മെന്റ് അടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് മഹാന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടത്. മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു 40 ദിവസമാണ് കുഷ്ഠരോഗം ബാധിച്ച ഒരു നായക്ക് കാട്ടിൽ നിന്ന് പച്ചമരുന്ന് കൊണ്ടുവന്ന് അരിച്ചുകൊണ്ട് അത് നായയുടെ ശരീരത്തിലുള്ള വ്രണമുള്ള രോഗമുള്ള എല്ലാ സ്ഥലത്തും വെട്ടിക്കൊടുത്തു. എന്നിട്ട് എല്ലാ ദിവസവും നായയെ കുളിപ്പിച്ചുകൊണ്ടിരുന്നു. 40 ദിവസം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹു അതിനെ കാട്ടിലേക്ക് തന്നെ മടക്കി വിട്ടു. ഇത് ആരോടാണ് കരുണ ചെയ്തത്? അല്ലാഹുവിന്റെ സൃഷ്ടിയാകുന്ന ഒരു നായയോട്. എന്റെ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു അയിനജസായ നായക്ക് ഇത്ര മാത്രം ഖിദ്മത്തിനാ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ മറുപടി പറഞ്ഞത്, എനിക്ക് എന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അക്ഷരാർത്ഥത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഈ നായയുടെ വിഷയത്തിൽ അല്ലാഹു തആല എന്നോട് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് അല്ലാഹുവിനോട് മറുപടി പറയും എന്ന കാര്യത്തിൽ എനിക്ക് പേടിയായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രമാത്രം റഹ്മത്ത് ചെയ്യാൻ, കരുണ ചെയ്യാൻ കാരണമെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചു.
അപ്പൊ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം അല്ലാഹുവിന്റെ റഹ്മത്തിനെ ഒരുപാട് ചോദിക്കേണ്ട സമയമാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് നാം ജീവിക്കുന്നത്. നമുക്ക് കിട്ടിയ നന്മകളൊന്നും, നമുക്ക് കിട്ടിയ അല്ലാഹുവിന്റെ ഔദാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ചു വാങ്ങിയല്ല നമുക്ക് തരുന്ന കണ്ണ്. നാം ഹറാമ് ചെയ്യുമ്പോൾ അല്ലാഹു തആല കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തുന്നില്ല. നാം ഹറാമിനെ പിടിക്കുമ്പോൾ നമ്മുടെ കൈയുടെ അല്ലാഹു തആല സ്വാധീനം നഷ്ടപ്പെടുത്തുന്നില്ല. ഇതൊക്കെ അല്ലാഹുവിന്റെ റഹ്മത്തിൽപ്പെട്ടതാണ്, അല്ലാഹുവിന്റെ അങ്ങേയറ്റത്തെ കരുണയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശ് പടച്ചതിന് ശേഷം അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ട് അല്ലാഹു തആല ഈ അർശിന്റെ മുകളിൽ തന്നെ അല്ലാഹു തആല ഇന്ന റഹ്മതി സബഖത് ഗദബി, എന്റെ റഹ്മത്ത് എന്റെ ദേശത്തിനേക്കാൾ മുൻകടന്നിരിക്കുന്നു എന്ന് ഹെഡിങ് ആയിക്കൊണ്ട് അർശിന്റെ മുകളിൽ അല്ലാഹു തആല എഴുതി വെച്ചു. അഥവാ അത്രമാത്രം റഹ്മത്ത് അല്ലാഹു തആല നൽകിയവനാണ്, ഉള്ളവനാണ് എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിൽ അല്ലാഹു തആല എഴുതി വെച്ചു എന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനിയുള്ള സമയങ്ങളിൽ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 3 ദിവസം നമ്മിൽ നിന്ന് കടന്നുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയുന്ന സജ്ജനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സഹാബത്തിനോട് പറഞ്ഞു, എല്ലാവരും പരാജയപ്പെടും. ആ സമയത്ത് സഹാബത്തിനോട് ചോദിച്ചു, നമ്മുടെ മക്കൾ തന്നെയാണോ? അപ്പോൾ എഴുതങ്ങളും പറഞ്ഞു, എന്താ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞാലില്ലാതെ ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് അവിടെ താങ്ങിയാക്കുന്ന തവാളുവിന്റെ താഴ്മയുടെ വാക്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഭിച്ചു. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ ചോദിക്കാൻ പറ്റുന്ന സമയങ്ങളും സന്ദർഭങ്ങളുമാണ് നാം ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു നമ്മളെ ഒരുമിച്ചുകൂടി കബൂലാക്കണ റഹ്മാൻ. ഞങ്ങളെ ഈ ഒരുമിച്ചുകൂടി നിങ്ങൾ സ്വീകരിക്കണ റഹ്മാൻ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് റഹ്മത്ത് കൊണ്ട് നീ പൊതിയണ റഹ്മാൻ. ഞങ്ങൾ ചൊല്ലിയതിന്റെയും മോദിയതിന്റെയും ചെയ്തതിന്റെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് എത്തിക്കണ റഹ്മാൻ. അല്ലാഹു നമ്മൾ നാളെ ഖബറിൽ കടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ നൽകണ റഹ്മാൻ. അല്ലാഹു തന്ന മക്കളെ സ്വാധീനങ്ങൾ ഉൾപ്പെടുത്തണ റഹ്മാൻ. അല്ലാഹു റഹ്മത്ത് ഞങ്ങൾക്ക് ചൊരിച്ചു തരണ റഹ്മാൻ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ നാടുകളിൽ, ഞങ്ങളുടെ വീടുകളിൽ റഹ്മത്ത് കൊണ്ട് പൊതിയണ അല്ലാഹു. റഹ്മാനായ സ്വാധീനങ്ങളെ സ്നേഹിക്കുന്ന സജ്ജനങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തണ റഹ്മാൻ. അവരുടെ മാതാപിതാക്കളോട് കൊടുത്ത റഹ്മത്തുള്ള ഹൃദയം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. السلام عليكم.